പൃഥ്വിരാജിനെ ആരാണ് ഭീഷണിപ്പെടുത്തിയത്? പൃഥ്വിരാജിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയാണ്. അത് സിനിമയാകുമ്പോൾ വിമർശനം വരും. സിനിമ എടുത്തു വെച്ചിരിക്കുന്ന സംവിധായകന് ആ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ആളുകൾ വിമർശിക്കും. അല്ലാതെ എല്ലാവരും കൈയടിക്കണമെന്ന് പറഞ്ഞാൽ ഈ സോക്കോൾഡ് ആവിഷ്കാര സ്വാതന്ത്ര്യം നിലനിൽക്കില്ലല്ലോ. ആവിഷ്കാര സ്വാതന്ത്ര്യം പോലെ തന്നെ അതിനിപ്പുറത്തുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം. ആ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ആളുകൾ ആ സിനിമയോടുള്ള വിമർശനമായി ചൂണ്ടിക്കാട്ടുന്നത്. എല്ലാവരും എൻ്റെ പടത്തിന് കൈയടിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കയ്യടിക്കൊപ്പം തന്നെ വിമർശനവും കൂക്കിവിളിയും ഒക്കെ നേരിടാനായി ഒരു കലാരൂപം എടുക്കുന്ന ആൾ തയ്യാറായി തന്നെ വേണം. അതിൽ മല്ലികാ സുകുമാരനെ കൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതുകൊണ്ട്, മല്ലികാ സുകുമാരൻ വിവിധ ചാനലുകളിൽ പോയി പ്രതികരണം നടത്തിയത് കൊണ്ട് ഒന്നും കാര്യമില്ല. പൃഥ്വിരാജ് വന്നിട്ട് പറയണം, എൻ്റെ പടം ഞാൻ എഡിറ്റ് ചെയ്യുന്നില്ല, ഞാൻ എടുത്ത പടമാണ്, ഞാൻ സംവിധായകനാണ്, വർഷങ്ങൾ നീണ്ട എൻ്റെ പ്രയത്നത്തിലൂടെ ഞാൻ എടുത്ത പടം ഞാൻ എഡിറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനായിട്ട് ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെടട്ടെ, ഈ പടം എഡിറ്റ് ചെയ്താലേ നിങ്ങൾക്ക് തിയേറ്ററിൽ ഇനി അത് പ്രദർശിപ്പിക്കാൻ പറ്റൂ എന്നുള്ളത് ഔദ്യോഗികമായിട്ട് പറയട്ടെ. അത് പറയുന്നതിന് മുൻപ് അങ്ങോട്ട് എന്തുകൊണ്ട് വോളണ്ടറി എഡിറ്റിന് തയ്യാറാണ് എന്ന് പറഞ്ഞു. ആ ചോദ്യത്തിന് പൃഥ്വിരാജ് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. അത് മറുപടി പറഞ്ഞേ പറ്റൂ. അപ്പോൾ അതിൽ RSS